തിരുവനന്തപുരം പാളയത്ത് തീപിടുത്തം. സംസം ഹോട്ടലിലാണ് തീപിടിച്ചത്. അഗ്നിശമന സേന സ്ഥലത്തെത്തി തീയണയ്ക്കൽ ശ്രമം തുടരുന്നു. വിവരങ്ങളുമായി ശ്യാം ചേരുകയാണ്. ശ്യാം, എപ്പോഴാണ് തീപിടുത്തം ഉണ്ടായത്? എന്തെങ്കിലും തരത്തിലുള്ള ആളപായമോ മറ്റ് അനിഷ്ട സംഭവങ്ങൾ എന്തെങ്കിലും ഉണ്ടായിട്ടുണ്ടോ? വിനീഷ്, അല്പസമയം മുമ്പാണ് ഈ തിരുവനന്തപുരം പാളയത്ത് സംസം ഹോട്ടലിന് ഈ അടുക്കളയിൽ നിന്നുള്ള ട്യൂബിലേക്ക് തീ പടർന്നു കയറിയതായിട്ട് ശ്രദ്ധയിൽപ്പെട്ടത്. ഉടൻ തന്നെ ഈ ഹോട്ടലിലെ ജീവനക്കാർ ഫയർഫോഴ്സിനെ വിവരം അറിയിക്കുകയായിരുന്നു. ചെങ്കൽച്ചോളയിൽ നിന്നുള്ള 2 യൂണിറ്റ് ഫയർഫോഴ്സാണ് നിലവിലിപ്പോൾ ഈ അഗ്നിരക്ഷാ പ്രവർത്തനങ്ങൾ ഏർപ്പെട്ടിരിക്കുന്നത്. എന്തായാലും നിലവിലെ ഒരു സാഹചര്യത്തിൽ ആളപായം ഒന്നുമില്ല എന്നുള്ളതാണ് ഹോട്ടൽ അധികൃതരും ഒപ്പം തന്നെ സുരക്ഷാ ഉദ്യോഗസ്ഥരും വ്യക്തമാക്കുന്നത്. എന്തായാലും ഈ ഗ്യാസിൽ നിന്നും പുക പുറത്തേക്ക് വിടുന്ന കുഴലിൽ സമീപത്തുണ്ടായിരുന്ന ഇലക്ട്രിക് വയറുകളിൽ നിന്നുള്ള ഷോർട്ട് സർക്യൂട്ടാണ് അപകട കാരണമെന്നാണ് പ്രാഥമികമായ നിഗമനം. എന്തായാലും ഈ സംഭവവുമായി ബന്ധപ്പെട്ട കൂടുതൽ സുരക്ഷാ ഉദ്യോഗസ്ഥർ ഇവിടേക്ക് എത്തുന്നുണ്ട്. നിലവിൽ ചെങ്കൽച്ചോളയിൽ നിന്നുള്ള 2 യൂണിറ്റ് ഫയർഫോഴ്സ് അംഗങ്ങളാണ് സുരക്ഷ തീയണയ്ക്കാനുള്ള ശ്രമം തുടരുന്നത്. നിലവിൽ ഇപ്പോൾ ഈ ഹോട്ടലിൽ തീ പടരുന്ന സമയത്ത് അവിടെ ഭക്ഷണം കഴിക്കാൻ നിരവധി പേർ എത്തിയിരുന്നല്ലോ, അവരെയൊക്കെ ഇപ്പോൾ പുറത്താക്കിയിട്ടുണ്ടോ? എന്താണ് അതുമായി ബന്ധപ്പെട്ട വിശദാംശങ്ങൾ? തീർച്ചയായും വിനീഷ, നിരവധി ആളുകൾ ഹോട്ടലിനുള്ളിൽ, നമുക്ക് പാളയത്ത് ഒരു തിരക്കുള്ള ഹോട്ടൽ കൂടിയാണ്, അതുകൊണ്ട് തന്നെ നിരവധി ആളുകൾ ഭക്ഷണം കഴിക്കുന്ന സാഹചര്യത്തിലായിരുന്നു ഇത്തരത്തിൽ ഒരു വലിയ ശബ്ദത്തോടു കൂടി ഒരു പൊട്ടിത്തെറി ഉണ്ടാകുന്നു. ഒപ്പം തന്നെ തീ ആളിപ്പടരുന്നൊരു സാഹചര്യം ഉണ്ടായത്. ഒപ്പം പരിഭ്രാന്തരായി പല വഴിക്കായിട്ട് ചിതറി ഓടിയ ആളുകൾ, അതായത് ഭക്ഷണം കഴിച്ചുകൊണ്ടിരുന്ന ആളുകൾ പല സ്ഥലങ്ങളിലേക്കായി ചിതറി ഓടുകയുണ്ടായി. ഒപ്പം മറ്റ് ആളുകളെ, അതായത് മുകളിലത്തെ നിലയിൽ ഭക്ഷണം കഴിച്ചുകൊണ്ടിരുന്ന മറ്റാളുകളെയൊക്കെ ഹോട്ടൽ ജീവനക്കാർ ഇടപെട്ടത് ഉടൻ തന്നെ പുറത്തേക്ക് ഇറക്കുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത്. നിലവിൽ ഇപ്പോൾ ചെങ്കൽച്ചോളയിൽ നിന്നുള്ള 2 യൂണിറ്റ് ഫയർഫോഴ്സ് സംഘങ്ങൾ ഇവിടെ ഇപ്പോൾ തീയണയ്ക്കാനുള്ള ശ്രമങ്ങൾ തുടരുകയാണ്. നിലവിൽ ഒരു തരത്തിലുള്ള പ്രശ്നങ്ങളും ഉണ്ടാകുന്നില്ല എന്നുള്ളതാണ്. ഒരു തരത്തിലുള്ള ആളപായവും ഇതുവരെ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടില്ല. എന്തായാലും നിലവിൽ ഈ ഹോട്ടലിൽ ഭക്ഷണം കഴിച്ചുകൊണ്ടിരുന്ന ആളുകൾക്കോ മറ്റു ജീവനക്കാർക്കോ ആർക്കും തന്നെ ആളപായമില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഒപ്പം തന്നെ ഹോട്ടലിന് നാശനഷ്ടം ഉണ്ടായിട്ടുണ്ട്. തീപിടുത്തത്തിൽ തീയണയ്ക്കാനുള്ള ശ്രമം ഇപ്പോൾ തുടർന്നു വരികയാണ്. വിനീഷ്, ഗ്യാസ് സിലിണ്ടർ പൊട്ടിയതാണോ ഇത്തരത്തിൽ, അല്ലെങ്കിൽ ഷോർട്ട് സർക്യൂട്ട് ആണോ പ്രാഥമികമായി നമുക്ക് വിലയിരുത്താൻ സാധിക്കുന്നത് ഇത്തരത്തിലുള്ളൊരു തീപിടുത്തം ഉണ്ടാകാൻ കാരണം? വിനീഷ്, നിലവിലെ സുരക്ഷാ ഉദ്യോഗസ്ഥർ വ്യക്തമാക്കുന്നത് ഷോർട്ട് സർക്യൂട്ട് ആകാം ഇത്തരത്തിലുള്ള അപകട കാരണം എന്നുള്ളതാണ്. പക്ഷേ ഹോട്ടൽ ജീവനക്കാർ, അതായത് ഇപ്പോൾ അല്പസമയമായി, ഏതാനും മിനിറ്റുകൾ മാത്രമേ ആയിട്ടുള്ളൂ ഇവിടെ തീപിടുത്തം ഉണ്ടായിട്ട്. അതുകൊണ്ട് തന്നെ ഇതിലൊരു പ്രാഥമികമായ ഒരു വിവരം മാത്രമാണത്. അതേസമയം ഉഗ്ര ശബ്ദത്തോടുകൂടി ഒരു പൊട്ടിത്തെറി ഉണ്ടായ സാഹചര്യത്തിൽ ഈ ഷോർട്ട് സർക്യൂട്ടിൽ നിന്നുണ്ടായ തീ അത് പിന്നീട് പടർന്ന് ഗ്യാസിലേക്ക് പടർന്ന് അവിടെ ഗ്യാസ് പൊട്ടിത്തെറിച്ചാണോ, അതല്ലെങ്കിൽ അടുക്കളയിൽ നിന്ന് ഏതെങ്കിലും വിധത്തിൽ ഗ്യാസ് ചോർച്ചയുണ്ടായി തീപിടുത്തം ഉണ്ടായതാണോ എന്നുള്ള കാര്യത്തിൽ ഒരു നിഗമനത്തിൽ എത്തേണ്ടതുണ്ട്. എന്തായാലും നിലവിലെ പ്രാഥമികമായ നിഗമനത്തിൽ സുരക്ഷാ ഉദ്യോഗസ്ഥർ തന്നെ വ്യക്തമാക്കുന്നത് ഈ ഹോട്ടലിലുണ്ടായത് ഈ ഷോർട്ട് സർക്യൂട്ട് മൂലമാണ് ഉണ്ടായ നിലവിലെ അപകട കാരണം എന്നുള്ളതാണ് അവർ വ്യക്തമാക്കുന്നത്. എന്തായാലും നിലവിൽ ഇപ്പോഴും ഏകദേശം 20ഓളം അംഗങ്ങൾ അടങ്ങിയ ഫയർഫോഴ്സ് റെസ്ക്യൂ ടീം അവരിവിടെ സുരക്ഷാ ക്രമീകരണങ്ങളൊക്കെ ഒരുക്കുകയാണ്. ഒപ്പം തന്നെ തീയണയ്ക്കാനുള്ള ശ്രമവും തുടരുകയാണ്. തിരുവനന്തപുരം പാളയത്ത് സംസം ഹോട്ടലിൽ തീപിടുത്തം ഉണ്ടായിരിക്കുന്നു. പ്രാഥമികമായി ഷോർട്ട് സർക്യൂട്ടാണ് തീപിടുത്തത്തിന് കാരണമെന്നാണ് ശ്യാം റിപ്പോർട്ട് ചെയ്യുന്നത്. മറ്റ് ആളപായങ്ങളൊന്നും തന്നെ റിപ്പോർട്ട് ചെയ്തിട്ടില്ല.